ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 13th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു സി എക്സ് പ്ലസ് ഡി ബി ടു ലീനിയർ പോളിനോമിയൽ സച്ച് ദാറ്റ് ദ ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ് പാസസ് ത്രൂ ദ പോയിൻറ്റ്സ് 2,3 ആൻഡ് 6,11. അടുത്തത് ദ ഗ്രാഫ് ഓഫ് ക്യൂ ഓഫ് എക്സ് പാസസ് ത്രൂ ദ പോയിൻറ്റ് 4,-1. The graph of q of x is parallel to the graph of p of x. Find the polynomial p of x and q of x. Also find the coordinates of the points where these lines meet the x-axis. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും രണ്ട് ലീനിയർ പോളിനോമിയൽസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കണ്ടീഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ പോളിനോമിയലിൽ എയ്ക്കും ബിക്കും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഈ പോളിനോമിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ ഈസ് ദി സ്ലോപ്പ് ആൻഡ് ബി ഈസ് ദി വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെന്താണ്? ഓൾസോ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻറ്റ്സ് വേർ ദീസ് ലൈൻസ് മീറ്റ് ദി എക്സ് ആക്സിസ്. ഈ ലൈൻസ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സും കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഗിവൺ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി. ഇനി നമുക്ക് പി ഓഫ് എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. യൂസിങ് 1 ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് എക്സ് 2,3ലും 6,11നും കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിൻസ് പി ഓഫ് എക്സ് പാസസ് ത്രൂ ദ പോയിൻറ്റ്സ് 2,3 and 6,11, its slope is, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് എം വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ 2 ഈസ്, ഇതിനെ നമുക്ക് x1 എന്നെടുക്കാം, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് കേട്ടോ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. അപ്പോൾ എന്ത് വരും? 11 മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2. 11 മൈനസ് 3 ഈസ് 8. 8 ബൈ 4 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതുകൊണ്ട് പി ഓഫ് എക്സ് എന്ത് വരും? സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ്. അതിലെ ഇത് നമുക്ക് സ്ലോപ്പാണ് കിട്ടിയത് അല്ലേ? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിലെന്താ? എ ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ നമ്മൾ 2 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2x പ്ലസ് ബി എന്ന് കിട്ടി. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് ബി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പിന്നിനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പോയിൻ്റ് 2,3യിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ ആ പോയിൻ്റ് യൂസ് ചെയ്തിട്ട് ഇനി നമ്മളിതിനെ എഴുതുന്നു. യൂസിങ് ദ പോയിൻ്റ് 2,3, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 2 ഈസ് എക്സ് ആൻഡ് 3 ഈസ് വൈ. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് വൈ. ഓക്കെ, അപ്പോൾ എന്തെഴുതാം? 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഈസ് 2 പ്ലസ് ബി. 3 ഈസ് ഈക്വൽ ടു 4 പ്ലസ് ബി. ബി ഈസ് ഈക്വൽ ടു 3 മൈനസ് 4 ദാറ്റ് ഈസ് -1. അപ്പോൾ ബി നമുക്ക് -1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ പി ഓഫ് എക്സിൽ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2x പ്ലസ് -1 ദാറ്റ് ഈസ് 2x മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം കേട്ടോ. 2x മൈനസ് 1. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് 1 എന്ന് കിട്ടി. 2x മൈനസ് 1. അപ്പോൾ പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. 2x മൈനസ് 1 എന്ന് നമുക്ക് കിട്ടി. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമുക്ക് തന്ന ഈ 2 പോയിന്റുകളിൽ നിന്ന് നമ്മൾ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഈസ് y2 മൈനസ് y1 ബൈ x2 മൈനസ്
x1 സ്ലോപ്പ് നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലെ എയിൽ പി ഓഫ് എക്സിൻ്റെ ലീനിയർ ഇക്വേഷനിലെ എയിൽ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2x + b കിട്ടി. പിന്നെ നമുക്ക് ഈ പോയിൻ്റ് 2,3യിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോയിൻ്റ് യൂസ് ചെയ്ത് നമ്മൾ എക്സിന് 2 എന്നും വൈക്ക് 3 എന്നും കൊടുത്തു. വൈ എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എക്സ് ആണ് വൈ. അപ്പോൾ 3 = 2x + b എന്ന് കിട്ടി. അവിടെ നമ്മൾ 2 കൊടുത്തപ്പോൾ 3 = 4 + b എന്ന് കിട്ടി. അപ്പോൾ ബിയുടെ വാല്യൂ -1 കിട്ടി. ആ -1നെ വീണ്ടും നമ്മൾ പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പി ഓഫ് എക്സ് = 2x - 1 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ക്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ ഓഫ് എക്സിൻ്റെ കാര്യം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദ ഗ്രാഫ് ഓഫ് ക്യൂ ഓഫ് എക്സ് ഈസ് പാരലൽ ടു ദ ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സ് പി ഓഫ് എക്സിന് പാരലലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 2 ലൈൻസ് പാരലലാകുന്നത് എപ്പോഴാണ്? സ്ലോപ്പ് സെയിം ആകുമ്പോഴാണ് 2 ഗ്രാഫുകൾ പാരലലാകുന്നത്. ഓക്കെ, ഞാനത് ഗ്രാഫിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്യൂ ഓഫ് എക്സിൻ്റെ സ്ലോപ്പും എന്ത് തന്നെയായിരിക്കും? ക്യൂ ഓഫ് എക്സിൻ്റെ സ്ലോപ്പും 2 തന്നെയായിരിക്കും. അപ്പം നമ്മൾ തേർഡ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. To find q of x using 3, since q of x is parallel to p of x, parallel to p of x, parallel to എന്നുള്ളതിന് ഞാൻ ഇങ്ങനെ സിമ്പിൾ ഇട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ് ദി സെയിം സ്ലോപ്പ്. സോ slope of q of x is equal to 2. p of xൻ്റെ സ്ലോപ്പ് 2 ആയിരുന്നു. അതുകൊണ്ട് q of xൻ്റെ സ്ലോപ്പും 2 ആണ്. അപ്പോൾ നമുക്ക് q of xനെ എന്തെഴുതാം? q of x എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഇതിൽ cx + d ആയിരുന്നു അല്ലേ? അപ്പോൾ c ആണ് അവിടുത്തെ സ്ലോപ്പ്. അപ്പോൾ സിക്ക് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. cx + d. അപ്പോൾ q of x is equal to 2x + d എന്ന് നമുക്ക് കിട്ടി. ഇനി q of x പാസ് ചെയ്യുന്നത് ഇതുവഴിയാ. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് q of x പാസസ് ത്രൂ ദ പോയിന്റ് 4, -1. അപ്പോൾ ഇനി നമ്മൾ യൂസിങ് 2 യൂസ് ചെയ്തിട്ടാണ് ഇനി ബാക്കി ചെയ്യുന്നത്. യൂസിങ് 2, q of x പാസസ് ത്രൂ 4, -1. അപ്പോൾ ഇവിടെ x ഈസ് 4, y ഈസ് -1. y എന്ന് പറയുന്നത് q of x ആണ്. അപ്പോൾ -1 = 2 × 4 + d. -1 = 8 + d. d = 8 ഇപ്പുറത്ത് വരുമ്പോൾ -8 ആകും. -8 -1 കൂടെ -9. d നമുക്ക് -9 എന്ന് കിട്ടി. അതുകൊണ്ട് q of xനെ നമുക്ക് എന്തെഴുതാം? സോ q of x = 2x, ഡിക്ക് പകരം നമുക്ക് -9 എഴുതാം. അപ്പോൾ q of xും കിട്ടി, p of xും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്ത് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്? ഫൈൻഡ് ദ പോളിനോമിയൽ p of x ആൻഡ് q of x. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻറ്റ്സ് വേർ ദീസ് ലൈൻസ് മീറ്റ് ദി x ആക്സിസ്. ഇനി x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എ ലൈൻ meets the x-axis, y is equal to 0. y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം p of x is equal to നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? 2x - 1. അപ്പോൾ y എന്തായിരിക്കും? 0 ആയിരിക്കും. p of x ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ 0 is equal to 2x - 1. 2x is equal to 1, x is equal to 1/2. അപ്പോൾ x നമുക്ക് 1/2 എന്ന് കിട്ടി. സോ p of x meets the x axis at 1/2, 0. x is 1/2 and y is 0. ഇനി അടുത്തത് q of xനെ നമ്മൾ കണ്ടുപിടിക്കണം. For q of x എന്തായിരുന്നു? 2x - 9. ഇവിടെ എക്സ് ആക്സിസിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 0 is equal to 2x - 9. എക്സ് ആക്സിസിലാണ് പോയിൻ്റെങ്കിൽ y 0 ആയിരിക്കും അല്ലേ? ഇനി 2x is equal to 9, x is equal to 9/2.
സോ ക്യൂ ഓഫ് എക്സ് meets the x-axis at 9/2, 0. അപ്പോൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് y എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളോട് പറഞ്ഞ 2 കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.